ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇന്നു മുതൽ ശോഭാ സുരേന്ദ്രൻ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ആലപ്പുഴയിലൊരു പ്രതീക്ഷ? നോക്കൂ, ദേശീയ രാഷ്ട്രീയത്തിൽ ആദ്യം ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു വിശ്വാസം ആളുകളുടെ മനസ്സിലേക്ക് വരുമോ എന്നുള്ള ചോദ്യമായിരുന്നു. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം എന്താണോ പറയുന്നത് അതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വികസനം വേണം എന്നുള്ളതാണ്. ഇതിനേക്കാൾ പ്രൌഢമായിരുന്നു ആലപ്പുഴ. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളും മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരും ചെറുകിട തൊഴിൽ സംരംഭവുമായി നടക്കുന്ന ആളുകളും ഉൾപ്പെടെയുള്ളവർ വളരെയധികം അവരാഗ്രഹിക്കുന്നത് അവർക്കൊരു ജീവിതം ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരു ജില്ലയെക്കാളും ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങളുള്ള ഒരു പ്രദേശമാണിത്. 3 സെന്റും 2 സെന്റും വീടുള്ള ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. ഞാൻ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് വരുന്നതിന് മുൻപ് ഒരു 2 ദിവസം 3 ദിവസം എനിക്ക് അവിടുത്തെ മേഖലകളിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു പതിവുണ്ട്. അതിൽ അവർ ഏറ്റവും സങ്കടകരമായിട്ട് പറഞ്ഞൊരു കാര്യം, അവർക്ക്, അതായത് ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാർക്ക് 3 സെന്റ് സ്ഥലമാണുള്ളതെങ്കിൽ 4ഉം 5ഉം മക്കൾ അവിടെ താമസിക്കുകയാണ്. അവർ പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവർക്കൊന്ന് പിരിഞ്ഞു താമസിക്കാൻ ഒരു ഇടം കൊടുക്കാനോ അതല്ലെങ്കിൽ അവർക്കൊരു വാടക കൊടുത്ത് ജീവിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ ഒട്ടേറെ ആളുകളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് കഴിഞ്ഞ ഒരു 15 വർഷത്തിലധികം നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോടൊരു നിവേദനം കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുക. ആലപ്പുഴയിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ശോഭാ സുരേന്ദ്രനെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശോഭാ സുരേന്ദ്രന് കുറെ കോടികൾ കൊടുത്താൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുമോ എന്ന് ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് എനിക്കും ഒരു വെല്ലുവിളിയാണ്. കാരണം ഒരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിനകത്ത് എത്താതിരിക്കണം എന്നാഗ്രഹിക്കുന്ന ചില ശക്തികൾ, മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിനകത്ത് പോയാൽ ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്താൻ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് വിശ്വാസമുള്ള ആളുകൾ. അതിലുപരിയായിട്ട് ഞാൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരി, പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാക്കുണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ അത് ഏത് പാർട്ടിക്കാരനാകട്ടെ വളരും തോറും അവർ ജനങ്ങളോട് വിധേയത്വമുള്ളവരായിരിക്കണം, സേവകന്മാരായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ സേവനത്തിന്റെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജനങ്ങളോട് ചോദിക്കുന്നത് 375 കോടി രൂപ അമൃത് നഗരം പദ്ധതിക്ക് വേണ്ടി കൊടുത്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആലപ്പുഴക്കാർക്ക് വേണ്ടി മാത്രം. ഇവിടത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അതായത് ഇവിടെ തൂത്തുക്കുടി മുതൽ അങ്ങ് കർണാടകയിലെ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന കോറിഡോറുകളെ കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും കേരള ഗവൺമെന്റ് തയ്യാറായി കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരു വീട്ടുകാരന്റെ മുറ്റത്ത് നിൽക്കുന്ന പപ്പായ ചെടിക്ക് വരെ പൈസ കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഇവിടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ഇന്ന് ആലപ്പുഴ പാർലമെന്റിൽ കാണുന്ന വികസനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിയുടെ വികസനമാണ്. 40 വർഷം കാത്തിരുന്നിട്ട് ആലപ്പുഴക്കാർക്ക് ഒരു ബൈപ്പാസ് കിട്ടിയില്ലല്ലോ. മന്ത്രിമാർ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചുപോയി, വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലല്ലോ. എന്നാൽ ഇന്ന് കിട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഞാനൊരു വോട്ട് ചോദിക്കുക. സാധാരണ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ്? മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, നന്നായി ചിരിക്കും, ചിരി അഭിനയിക്കും, പിന്നെ കൂടുതൽ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികളെ കുറിച്ച് പറയാതിരിക്കാൻ സൂക്ഷിക്കും, എന്നിട്ട് കൂടെ നടക്കുന്ന ആളുകൾ ഏറെ കൂടുതൽ സംസാരിക്കും. ഇതൊക്കെയാണ്. ഞാനൊരു 9ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. 2 തെരഞ്ഞെടുപ്പുകളിൽ എനിക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇതെന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നു ആലപ്പുഴയിലെ സാധാരണക്കാർക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അത് വികസനത്തെക്കുറിച്ചായിരിക്കും ഞങ്ങളുടെ ചർച്ച. ഈ ആലപ്പുഴയിലെ സംഘടനാപരമായിട്ടുള്ള ശക്തി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 1,81,000-ത്തിനടുത്ത് വോട്ടുകൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ സമാഹരിച്ചു. ഇത്തവണ അത്തരത്തിലൊരു അതിലും നല്ലൊരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാലല്ലേ വിജയത്തിലേക്ക് വരാൻ കഴിയും. അതിനുള്ള ഒരു പ്രതീക്ഷ എന്താണ്? എനിക്ക് 90,000 വോട്ടുള്ള സ്ഥലത്താണ് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ചത്, ആറ്റിങ്ങൽ. അവിടെ 2,48,000 വോട്ടാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നത്. അതിൽ ഇടതുപക്ഷക്കാരുടെ വരെ വോട്ടുണ്ടായിരുന്നു. 10% വോട്ടാണ് അവിടുത്തെ അധികായനായിട്ടുള്ള പഴയ അനിരുദ്ധൻ, ശ്രീമാൻ സ്വർഗീയനായിട്ടുള്ള അനിരുദ്ധന്റെ മകൻ സമ്പത്ത്, അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നിന്ന് നമുക്ക് ജനങ്ങൾ നൽകിയത്.
അവിടെ തന്നെ കോൺഗ്രസിന് ഞങ്ങൾ ഒരു 3% വോട്ട് കൂടുതൽ പിടിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാനും സാധിച്ചില്ല. പക്ഷെ അവിടെ എന്തായിരുന്നു ട്രെൻഡ്? ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ ജയിക്കില്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? 90,000 വോട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എങ്ങനെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം. അതിൽ ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു, നിങ്ങൾ കണക്ക് വെച്ചിട്ട് സംസാരിക്കരുത്, ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് എന്റെ കൂടെ നിൽക്കാൻ ഒരുപക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ അന്ന് സമ്മതിച്ചില്ല. കാരണം 90,000 വോട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഒന്ന് കടക്കുമോ എന്നൊക്കെയാണ് അന്ന് ചർച്ച ചെയ്തത്. പക്ഷെ നമുക്കത് 2.40 കിട്ടി. ഇവിടെ ഞങ്ങൾക്ക് 2 ലക്ഷത്തോളം വോട്ടുണ്ട്. ഞാൻ പാർലമെന്റിനകത്ത് പാലക്കാട് പോയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന വോട്ട് 60,000 വോട്ടാണ് മുൻപത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. അത് 1.38,650 നമുക്ക് കിട്ടി. അപ്പൊ ഡബിൾ ആയില്ലേ? അപ്പൊ ഇവിടെ രാധാകൃഷ്ണൻ സാർ പിടിച്ചിട്ടുള്ള വോട്ട് അത് 2 ലക്ഷത്തോളം ഉണ്ടെങ്കിൽ ഇവിടത്തെ ലാത്തിൻ സഭയുമായിട്ട്, പിതാക്കന്മാരുമായിട്ട്, അവരുടെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു സമരം, ആ സമരം നടക്കുന്ന സമയത്ത് പോലും അരമനയുടെ വാതിൽ തുറന്ന് ശോഭയുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞ അറിയപ്പെടുന്ന വലിയ പ്രഗത്ഭമതികളായിട്ടുള്ള പിതാക്കന്മാരുണ്ട്. അപ്പോ ഇവിടെ തന്നെ ഞാൻ മാതാമൃതാനന്ദമയി മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിലധികമായിട്ട് സ്പിരിച്വൽ മേഖലയിലും കുറച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടത്തെ സുകുമാരൻ സാറാണെങ്കിലും അതുപോലെ തന്നെ SNDPയുടെ നടേശൻ സാറാണെങ്കിലും ഒക്കെ എല്ലാവരുമായിട്ടും ഒരു ആത്മബന്ധം പുലർത്താൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരെയും സമീപിക്കും, ഓരോരുത്തരെയും സമീപിക്കും. അവരോട് ഞാൻ മോദിയെ സ്നേഹിക്കുന്നവരുടെ ഒരു വിജയം വേണ്ടേ എന്നുള്ള ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഒരു മത്സ്യമേഖല ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ, അവർക്ക് അവർ റിസർവേഷനിലകത്തേക്ക് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അതിൽ ചില ആളുകൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ വിഭാഗത്തെ, ഞങ്ങളുടെ കാസ്റ്റിനെ അതിനെ SC മേഖലയിലേക്ക് കൊണ്ടുവരണമെന്ന് അതിനകത്ത് ചില ആളുകൾ ആഗ്രഹിക്കുന്നു. അവരുമായിട്ട് എനിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ ചർച്ച നടത്താൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്രവുമായിട്ട് അവരെ എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളുടെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്നെ കുറെ കൂടുതൽ ആലപ്പുഴയ്ക്ക് വേണ്ടി പണിയെടുപ്പിക്കും, എന്നെ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒരു അവസാനമായിട്ട്, ഇന്നിപ്പോ ഈ സ്വീകരണ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള അസാന്നിധ്യമുണ്ടല്ലോ, അതായത് ജില്ലാ പ്രസിഡന്റിനെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാരെയും തെക്കൻ കേരളത്തിലെ ജില്ലാ പ്രസിഡന്റുമാരെയും കാണാനായിട്ട് സെൻട്രലിൽ നിന്ന് ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും നടക്കുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെയല്ല. ശ്രീമാൻ മുരളീധരൻ പറഞ്ഞതുപോലെ 2 തവണയായിട്ട് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കേരളം പിടിക്കും എന്ന്. അങ്ങനെ 2 തവണ അമിത്ഷാ പറഞ്ഞാൽ അതിലെന്തോ പന്തികേടുണ്ട് എന്നാണ് അന്ന് ശ്രീമാൻ മുരളീധരൻ പറഞ്ഞത്. ഇപ്പൊ ജനങ്ങൾക്കും ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നു. എന്നാൽ ഈ വോട്ട് എന്ന് പറയുന്നത് അത് ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ള സമ്മാനമാണ്. താമര ചിഹ്നത്തിലുള്ള ഇവിടത്തെ വോട്ട് എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ചിഹ്നം താമരയാണ്. NDAയും ഞങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രത്യേക ഒരു ആവേശം സൃഷ്ടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ശോഭ അത് തെളിയിച്ചിട്ടുണ്ട്. ഇത്തവണയും നല്ല ആത്മവിശ്വാസമാണ് ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ R. സുജിത്തിൻ, റിപ്പോർട്ടർ ആലപ്പുഴ.